സദാസമയവും ഹരേകൃഷ്ണ മന്ത്രം മുഴങ്ങുന്ന നഗരിക്കുന്ന് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന്റെ പ്രത്യേകതകളും ദൃശ്യചാരുതയും. നെടുമങ്ങാട് പഴകുറ്റിയിൽ നിന്ന് വെമ്പായത്തേക്ക് പോകുന്ന റോഡിൽ പഴകുറ്റി പാലം കഴിഞ്ഞാൽ റോഡിന്റെ തുടക്കത്തിൽ ഇടതുഭാഗത്തായി ഒരു ആർച്ച് കാണാം. നഗരിക്കുന്ന് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം എന്ന്. ആർച്ച് കടന്ന് അല്പം മുകളിലേക്ക് സഞ്ചരിച്ചാൽ ഇടതുഭാഗത്തായി പടിക്കെട്ടുകളുള്ള ഒരു ക്ഷേത്രം കാണാം. വേണുഗോപാലനാണ് പ്രതിഷ്ഠ. ഇടതുഭാഗത്തായി വിഘ്നേശ്വരനെയും വലതുഭാഗത്തായി നാഗരെയും അതിനടുത്ത് ഗുരുവിൻ്റെയും പ്രതിഷ്ഠകൾ കാണാം. കുന്നിൻപുറത്തെ പ്രശാന്തസുന്ദരമായ ഭൂമിയിലാണ് വേണുഗോപാലൻ കുടികൊള്ളുന്നത്. കയറി ചെല്ലുന്ന ഏതൊരാൾക്കും അഭൗമമായ ഒരു നിർവൃതി വിശേഷം നൽകുന്ന ശ്രീകൃഷ്ണ പരമാത്മാവ്. അഖിലാണ്ട കോടി ബ്രഹ്മാണ്ട നായകനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ അത്ഭുത ലീലകളാണ് ആ ക്ഷേത്രത്തിൻ്റെ ഉൽപ്പത്തിക്ക് തന്നെ കാരണം. മുൻപ് ഇവിടെ ആയിരുന്നില്ല ഈ ക്ഷേത്രം. ആരംഭവും ഇവിടെ അല്ലായിരുന്നു. പഴകുറ്റി ജംഗ്ഷനിലെ ഒരു പഴയ വീടിൻ്റെ തട്ടിൻപുറത്ത് ചെറുപ്പക്കാരായ ഒരു കൂട്ടം ആളുകൾ ഒരു ഭജന സംഘം ആരംഭിച്ചിരുന്നു. പ്രതീക്ഷകൾക്കപ്പുറത്തായി ആ ഭജന സംഘം വളർന്നു. അതൊരു ക്ഷേത്രമായി പരിണമിക്കുന്ന അവസ്ഥ എത്തിയപ്പോൾ മുതിർന്നവരുടെ നിർദ്ദേശപ്രകാരം അടുത്തൊരു സ്ഥലം കണ്ടെത്തി ക്ഷേത്രം സ്ഥാപിക്കാൻ ഉദ്യമിച്ചു. പണിയും തുടങ്ങി. എന്നാൽ മഴക്കാലമല്ലാതിരുന്നിട്ടും ഭയങ്കരമായ ഒരു മഴ പെയ്യുകയും കെട്ടിയുണ്ടാക്കിയവയെല്ലാം തകർന്നു വീഴുകയും ചെയ്തു. ക്ഷേത്രസ്ഥാപനത്തിന് ഇവിടമല്ല ഉചിതമെന്ന ദൈവഹിതം മനസ്സിലാക്കി മറ്റൊരു സ്ഥാനം കണ്ടുപിടിച്ചു. കോവിൽ വിളാകം എന്ന കുടുംബക്കാരുടെ വകയായ സ്ഥലത്ത് ക്ഷേത്രം സ്ഥാപിച്ചാൽ കൊള്ളാമെന്ന് കണ്ട് അതിനായി ശ്രമം ആരംഭിച്ചു. ജയ് ജാനകി രാമതീർത്ഥ ഭജന സംഘം എന്ന ഭജന സംഘത്തെ വേണുഗോപാല ഭജനമഠം എന്ന പേര് നൽകി ക്ഷേത്രമാക്കി മാറ്റി. ശ്രീകൃഷ്ണ ചൈതന്യം പ്രകടമായി കാണാൻ പിന്നെ വളരെ താമസമുണ്ടായില്ല. അതോടെ ഭജനമഠം നഗരിക്കുന്ന് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം എന്ന പേരിൽ അറിയപ്പെട്ടു. മലയാള വർഷം 1114 ചിങ്ങം 1 ഷോഡശ മന്ത്രോച്ചാരണത്തോടെയാണ് പ്രതിഷ്ഠ നിർവഹിച്ചത്. 40-45 വർഷമായി ശാന്തിക്കാരെ വെച്ചാണ് പൂജാതി കാര്യങ്ങൾ ചെയ്തു പോരുന്നത്. 1997 ഒരു ഭരണ സംവിധാനം നിലവിൽ വന്നു. 15 എക്സിക്യൂട്ടീവ് അംഗങ്ങളും 51 സാധാരണ അംഗങ്ങളും അടങ്ങുന്ന ഒരു ഭരണസമിതിയെ തെരഞ്ഞെടുത്തു. ആ ഭരണസമിതിയുടെ കീഴിലാണ് ഇന്ന് ക്ഷേത്രഭരണം നടത്തിപ്പോരുന്നത്. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എന്ന മന്ത്രം ഉരുവിട്ടുകൊണ്ട് നടത്തിയ പ്രതിഷ്ഠയാണ് ഇപ്പോൾ ഈ ക്ഷേത്രത്തിൽ കാണുന്നത്. അപ്പോൾ അന്ന് മുതൽ ഇത് ഭജനമഠമായി നടന്നു വരികയും വേറെ തന്ത്രവിധി പ്രകാരമുള്ള പ്രതിഷ്ഠയൊന്നും ആയിരുന്നില്ല. അത് ഈ മന്ത്രം ഉരുവിട്ടുകൊണ്ട് നടത്തിയ ആ പ്രതിഷ്ഠ. അതുകൊണ്ട് തന്നെ ഈ ക്ഷേത്രത്തിൽ ഇപ്പോഴും പ്രശ്ന വിചാരണ സമയത്ത് കേട്ട ഒരു അഭിപ്രായം എന്ന് പറയുന്നത് മന്ത്രത്തിലെ ശക്തിയേക്കാളും തന്ത്രത്തിലെ ശക്തിയേക്കാളും ഭജനയ്ക്കും നാമജപത്തിനും ശക്തി നൽകുന്ന ഫലം കിട്ടുന്ന ഒരു ക്ഷേത്രമാണ് ഇത് എന്നാണ്. ഈ നെടുമങ്ങാട് ഭാഗത്ത് ഇത്രയും പഴക്കമുള്ള ശ്രീകൃഷ്ണ ക്ഷേത്രം വേറെ ഇല്ല എന്നാണ് ഇതുവരെയുള്ള ഞങ്ങളുടെ അന്വേഷണത്തിലൊക്കെ അറിയുന്നത്. ചിലപ്പോൾ എവിടെയെങ്കിലുമൊക്കെ ചെറിയ ക്ഷേത്രങ്ങൾ പുറത്ത് അറിയപ്പെടാതെയൊക്കെ ഉണ്ടായിരിക്കാം. എങ്കിലും നമ്മുടെ അറിവിൽപ്പെട്ടിടത്തോളം ഈ ക്ഷേത്രം കഴിഞ്ഞാൽ പിന്നെ പെരുപ്പങ്കോട് ക്ഷേത്രം അങ്ങനെയൊക്കെയാണ് ഞങ്ങളിവിടെ കേൾക്കുന്നത്. നെടുമങ്ങാട് ഭാഗത്ത് ഏറ്റവും പഴക്കം ചെന്നതും അറിയപ്പെടുന്നതുമായ ഒരു ക്ഷേത്രമായിട്ടാണ് ഇത് വളർന്നു വരുന്നത്. ഈ ക്ഷേത്രത്തിലെ പഴയ ഉത്സവം എന്ന് പറയുന്നത് ചപ്രം എഴുന്നള്ളിപ്പും ഉറിയടിയും വളരെ വിപുലമായി നടന്നിരുന്ന ഒരു ക്ഷേത്രമായിരുന്നു പണ്ട് കാലത്ത്. അന്ന് ഞങ്ങളൊക്കെ കേട്ടിട്ടേ ഉള്ളൂ. ഈ ഉറിയടി എന്ന് പറയുന്നത് ഈ ക്ഷേത്ര കോമ്പൗണ്ടിലോ ഒന്നുമല്ല നടന്നിരുന്നത്. ഈ ക്ഷേത്രത്തിൽ നിന്ന് താഴെ ക്ഷേത്ര നടയിൽ ഒരു ഉറി, ക്ഷേത്രത്തിൻ്റെ താഴെ ഇറങ്ങി വെമ്പായർ റോഡ് ഭാഗത്ത് ഒരു ഉറി, നമ്മളിപ്പോൾ പഴകുറ്റി പെട്രോൾ പമ്പ് ഇരിക്കുന്നതിൻ്റെ അവിടെ തോട്ടത്തറമ്പ് എന്ന് പറയും അവിടെ ഒരു ഉറി, നെടുമങ്ങാട് ശ്രീ മുത്താരമ്മൻ ക്ഷേത്രത്തിൻ്റെ ആ ഭാഗത്തൊരു ഉറി, പിന്നെ കച്ചേരി നടയിൽ ഒരു ഉറി, കുളവിക്കോണത്ത് ഒരു ഉറി, 11-ാം കല്ലിൽ ഒരു ഉറി. ഉറിയടി ഒരു മത്സര സ്വഭാവത്തിലാണ് നടത്തിയിരുന്നത്. കാരണം ഉറി പിടിക്കുന്നത് ആ നാട്ടുകാരും ഉറി അടിക്കുന്നത് ഇവിടെ നിന്ന് പോകുന്ന കൃഷ്ണവേഷധാരിയുമാണ്. അപ്പോൾ അങ്ങനെ ഉറി അടിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ ഒരു പ്രത്യേക ഈ പറയുന്നതിൽ ഒരു സ്ഥലത്ത് ഉള്ള ചെറുപ്പക്കാർക്ക് എന്തോ ഒരു വാശി ഒരല്പം അധികമായതിൻ്റെ പുറത്ത് ഉറിയിൽ ഈ മൺകലം വയ്ക്കുന്നതിന് പകരം കരിക്ക് വയ്ക്കുകയും അത് ഭഗവാനെയും ഈ ഉറി അടിക്കുന്ന ഭക്തനെയും ഈ ഒരു സംവിധാനത്തെ തന്നെ പരീക്ഷിക്കുന്ന രീതിയിലും ആയി. എന്നിരുന്നാൽ പോലും ആ കൃഷ്ണഭക്തൻ ആ ഉറി പിടിക്കുകയും അന്ന് ഇനി ഈ പരിപാടി ഇത് മത്സര സ്വഭാവത്തിൽ വന്നു, ഇതൊരു ഭഗവത് കാര്യമായില്ല എന്നുള്ള ആ ഒരു പവിത്രമായ കാര്യത്തെ
ആളുകൾ നിർത്തേണ്ടി വന്നു. അങ്ങനെ ആ ഉറിയടി, ആ രീതിയിൽ നടന്ന ഉറിയടി നിർത്തിവെച്ചു. കുറച്ചു കാലത്തേക്ക് ആ ഉറിയടി ഇവിടെ ഇല്ലായിരുന്നു. അത് കഴിഞ്ഞ് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഉറിയടി ആരംഭിച്ചു. ആ ഉറിയടി ക്ഷേത്ര കോമ്പൗണ്ടിൽ തന്നെയും ക്ഷേത്ര പരിസരത്തുള്ള കോമ്പൗണ്ടുകളിലും നടന്നു വരുന്നു. ഇതിനിടയിൽ ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് ഇപ്പോൾ ഉറി അടിക്കുന്നത് കൊച്ചു കുട്ടികളാണ്. പ്രധാന ഉത്സവം അഷ്ടമി രോഹിണിയാണ്. 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ഉത്സവമാണിത്. 10ാമത്തെ ദിവസം പാൽപ്പായസം കൊണ്ടുള്ള സമൂഹ പൊങ്കാല നടത്തുന്നു. ചുറ്റുവട്ടത്തുള്ള എല്ലാ ഭക്തജനങ്ങളും ഈ പൊങ്കാലയിൽ പങ്കെടുക്കുന്നു എന്നത് ഒരു വലിയ സവിശേഷതയാണ്. ഭഗവാൻ എന്നതിലുപരി ഒരു കൂട്ടുകാരനെ പോലെയാണ് ഇവിടെയുള്ളവർ ഭഗവാനെ കാണുന്നത്. തങ്ങളുടെ ആവലാതികളും പരിദേവനങ്ങളുമെല്ലാം ഭഗവാന് മുന്നിൽ സമർപ്പിക്കുന്നു. വേണമെങ്കിൽ ഭഗവാനെ അല്പം വഴക്കം പറയും. എല്ലാം പുഞ്ചിരിയോടെ കെട്ടുനിൽക്കുന്ന വേണുഗോപാലനെയാണ് ഇവിടെ കാണാനാകുക. ക്ഷേത്ര പുനരുദ്ധാരണ സമയത്ത് ഭരണസമിതി പ്രസിഡന്റിനും സെക്രട്ടറിക്കും ഒരു രാത്രി ഒരേ സ്വപ്നദർശനമുണ്ടായി. ശ്രീകോവിലിൻ്റെ ഒരു തൂണിന് കേടുപറ്റിയിരിക്കുന്നു എന്നും അത് ഉടനെ പരിഹരിക്കണമെന്നുമായിരുന്നു ആ സ്വപ്നം. പിറ്റേന്ന് പ്രസിഡന്റും സെക്രട്ടറിയും തമ്മിൽ കണ്ടപ്പോൾ രണ്ടുപേരും തങ്ങളുടെ സ്വപ്നത്തെപ്പറ്റി പറഞ്ഞു. അവർ ക്ഷേത്രത്തിലെത്തിയപ്പോൾ കണ്ട കാഴ്ച അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു. ക്ഷേത്രത്തിലെ ശാന്തിക്കാരൻ തൂണിൻ്റെ കേട് സിമന്റും മെറ്റലും കൊണ്ട് പരിഹരിക്കുന്നതായിരുന്നു അത്. മുൻപ് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ മാത്രമായിരുന്നു നട തുറന്നിരുന്നത്. ഇന്ന് ക്ഷേത്രത്തിൽ നിത്യപൂജയാണ് നടത്തിപ്പോരുന്നത്. രാവിലെ 6 മണിക്ക് നട തുറക്കും. 9:30 നട അടയ്ക്കും. വ്യാഴാഴ്ച ദിവസം ഉച്ചവരെ നട തുറന്നിരിക്കും. വൈകുന്നേരങ്ങളിൽ 5 മണിക്ക് നട തുറന്ന് 7 മണിക്ക് അടയ്ക്കും. ഇവിടുത്തെ ഒരു ദിവസത്തെ ദിനചര്യ എന്ന് പറയുന്നത് രാവിലെ 6 മണിക്ക് നട തുറക്കുന്നു. ആദ്യം മലർനിവേദ്യം, നിർമ്മാല്യം കഴിഞ്ഞാലുടൻ തന്നെ മലർനിവേദ്യം നടക്കുന്നു. എല്ലാ ദിവസവും രാവിലെ പാൽപ്പായസം ഉണ്ടായിരിക്കും. രാവിലെ 6 മണിക്ക് നട തുറക്കുകയും 9:30 മണിക്ക് നട അടയ്ക്കുകയും ചെയ്യും എല്ലാ ദിവസവും. വ്യാഴാഴ്ച ദിവസങ്ങളിൽ മാത്രം വളരെ ഭക്തജന തിരക്കുള്ളതിനാൽ ഏകദേശം ഉച്ചയോളം അടുപ്പിച്ചാണ് നട അടയ്ക്കാറുള്ളത്. വൈകുന്നേരം അതുപോലെ 5 മണിക്ക് നട തുറക്കുകയും രാത്രി 7 മണിയോടുകൂടി അത്താഴപൂജ ദീപാരാധന നടത്തി നട അടയ്ക്കുന്നു. പിന്നെ അഷ്ടമിരോഹിണി മഹോത്സവത്തിന് 10 ദിവസവും പ്രധാനമായിട്ടും നമ്മളിവിടെ വയ്ക്കാറുള്ള ഭജനയാണ്. 1ാം ഉത്സവം ഭഗവാന്റെ ജനനം മുതൽ ഉള്ള ഭജന പാട്ടുകൾ ഇവിടെ ഉണ്ട്. അത് പാടിയാണ് ഓരോ ചടങ്ങ് ക്ഷേത്രാചാര പ്രകാരമായിട്ടുള്ള ചടങ്ങുകൾ മാത്രമേ അന്ന് നടക്കുന്നുള്ളൂ. ബാക്കി ദിവസങ്ങളിലും ഭജനയാണ് നടത്തുന്നത്. അതുപോലെ ശ്രീരാമനവമിക്ക് രാവിലെ മുതൽ അഖണ്ഡനാമ ജപവും വൈകുന്നേരം സമൂഹ പുഷ്പാഭിഷേകവും നടക്കുന്നു. ഈ ഇടക്കാലം തൊട്ടാണ് അത് തുടങ്ങിയതെങ്കിൽ അത് വൻ വിജയമാക്കി വരുന്നുള്ളൂ. ഏകദേശം ഒരു 200-250ഓളം പേര് അതിൽ പങ്കെടുക്കും. പിന്നെ വർഷത്തിലൊരിക്കൽ ലക്ഷാർച്ചന നടത്തുന്നുണ്ട്. ഇപ്പോൾ ഈ വർഷം കഴിഞ്ഞ ചിങ്ങ 1-ാം തീയതി നിന്നാണ് നമ്മൾ ലക്ഷാർച്ചന നടത്തിയത്. അതുപോലെ ഭഗവാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം വനമാലയാണ്. നമ്മൾ എല്ലാ ഉത്സവ നാളുകളിലും വിശേഷ ദിവസങ്ങളിലുമൊക്കെ വനമാല ചാർത്താറുണ്ട്. മറ്റു കാര്യങ്ങൾ മറ്റു ദിവസങ്ങളിലും ഉണ്ടാവും. ജ്യോത്സ്യന്മാർ ഇവിടെ ചടങ്ങ് നടത്താൻ ഇതുപോലെ നേർച്ചകൾ നടത്താൻ വരാറുണ്ടായിരുന്നു. അപ്പോൾ അവരോട് ചോദിച്ചപ്പോഴാണ് പറയുന്നത് ഈ കുന്നിലെ കൃഷ്ണന് പ്രത്യേക ഒരു പവർ ഉണ്ടെന്നാണ് പറയുന്നത്. പല കാര്യങ്ങളും സാധ്യമാക്കാൻ കുന്നിലിരിക്കുന്ന കൃഷ്ണൻ, പെരപ്പങ്ങോട്ടുള്ള കുഴിയിലാണ്. അപ്പോൾ കുന്നിലിരിക്കുന്ന കൃഷ്ണൻ ഇവിടുത്തെ ഗണപതിക്കും നാഗർക്കും പ്രത്യേക ശക്തി ഉണ്ടെന്നാണ് ഈ ജ്യോത്സ്യന്മാർ പലരും. പണ്ട് ചപ്രമെഴുന്നള്ളിപ്പുണ്ടായിരുന്നു. താലൂക്ക് തലത്തിൽ പ്രശസ്തി നേടിയ ചപ്രമെഴുന്നള്ളിപ്പിന് നെടുമങ്ങാട് തഹസീൽദാറായിരുന്നു അകമ്പടി സേവിച്ചിരുന്നത്. രാത്രിയിൽ നടക്കുന്ന ചപ്രമെഴുന്നള്ളിപ്പിന് വെളിച്ചം നൽകാൻ വേണ്ട മണ്ണെണ്ണ സപ്ലൈ ഓഫീസിൽ നിന്നും നൽകിയിരുന്നു. പിന്നീട് എഴുന്നള്ളിപ്പും നടക്കാതായി. പകരം ഇന്ന് താലപ്പൊലി ഘോഷയാത്രയാണ് നടക്കുന്നത്. സമീപത്തെ തെക്കതുവിള ക്ഷേത്രത്തിൽ നിന്നും പെൺകുട്ടികൾ താലപ്പൊലി ഏന്തി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ എത്തിച്ചേർന്ന് ഭഗവാന് ചാത്താനുള്ള തുളസിമാല സമർപ്പിക്കുന്നു. പ്രധാന ഉത്സവ ദിവസമായ അഷ്ടമി രോഹിണിക്ക് വനമാലയാണ് ഭഗവാന് ചാർത്തുന്നത്. ഒരു മകനെപ്പോലെ, ഒരു കൂട്ടുകാരനെ പോലെ, ഒരു രക്ഷകനെ പോലെ നമ്മോടൊപ്പം ഉള്ളതുപോലെ ഒരു പ്രതീതി നമുക്ക് അനുഭവപ്പെടും. ദൂരദേശങ്ങളിൽ നിന്ന് പോലും ഭക്തർ ഇവിടെ എത്തി മംഗല്യസിദ്ധിക്കുള്ള സ്വയംവരാർച്ചനയും സന്താനലബ്ധിക്കുള്ള സന്താന ഗോപാലാർച്ചനയും നടത്തി ഫലസിദ്ധി കാണുന്നു. അവർ വീണ്ടും ഇവിടെ എത്തി ഭഗവാനെ ദർശിച്ച് മടങ്ങുന്നു. എല്ലാം ഭഗവാന്റെ വേണുഗോപാലൻ്റെ ലീലകൾ. ഓം നമോ ഭഗവതേ വാസുദേവായ.